രുദവീരാ കർമ്മധീരാ മാതൃപദയുഗവന്ദനം മാതൃവന്ദനതോ നിദാന്തം ആപ്യതാം പരമം പദം. സ്വാഭിമാനമുള്ള ജനതയുടെ സാമൂഹികവും സുസംഘടിതവുമായ ശക്തിയാണ് രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് ആധാരമെന്ന് അടിയുറച്ച് വിശ്വസിച്ച വ്യക്തിത്വമാണ് ഡോക്ടർ ഹെഡ്ഗേവാർ. എല്ലാം രാഷ്ട്രത്തിനെന്ന് ചിന്തിക്കുന്ന തലമുറ ഉയർന്നു വന്നില്ലെങ്കിൽ ഭാരതം വീണ്ടും അടിമത്തത്തിൽ ആണ്ടുപോകുമെന്ന ഡോക്ടർ ജിയുടെ ചിന്തകളാണ് RSS രൂപീകരണത്തിന് അടിത്തറയിട്ടത്. സർവശ്രേയോഹാരകം ജയദ സർവജനാന്തരംഗം രാഷ്ട്രവൈഭവസാധകം. ഹിന്ദുരാഷ്ട്രത്തിന്റെ ഉന്നതിക്കായുള്ള തീവ്രമായ അഭിലാഷവും ശാഖാരൂപത്തിൽ വളർന്നു വികസിച്ച സംഘകാര്യ പദ്ധതിയും RSSനെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയായി വളർത്തി. മരരാണു നിങ്ങളെന്റെ അരുമ സോദരങ്ങളെ, അണയുകില്ല നിങ്ങൾ തന്ന അലിവിനാർദ്രദീപ്തികൾ. പ്രളയമാണു മുന്നിലുള്ളതെന്നു തന്നെ വരികിലും, പ്രളയമാണു മുന്നിലുള്ളതെന്നു തന്നെ വരികിലും, പ്രണയമാണു സംഘമന്ത്രമെന്നതോർത്ത സേവക. ചെറുപ്രായത്തിൽ തന്നെ വിപ്ലവ പ്രസ്ഥാനമായ അനുശീലൻ സമിതിയിൽ ചേർന്ന ഹെഡ്ഗേവാർ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ഭാഗമായി 1920 നാഗ്പൂരിൽ നടത്തിയ ദേശാഭിമാന പ്രചോദിതമായ പ്രസംഗങ്ങളെ തുടർന്ന് 1 വർഷം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ തടവറയിൽ കഠിന ശിക്ഷ അനുഭവിച്ചു. സംഘസ്ഥാപനത്തിന് ശേഷവും അദ്ദേഹം സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. 1930 വനസത്യാഗ്രഹത്തെ തുടർന്ന് വീണ്ടും ജയിൽവാസം. 1940 ജൂൺ 21 സുദീർഘമായ ഇഹലോകവാസം ഉപേക്ഷിച്ച് ഡോക്ടർ ജിയുടെ പഞ്ചപ്രാണൻ ഭൗതികദേഹം ത്യജിച്ചു. രാഷ്ട്രത്തിന്റെ പരംവൈഭവത്തിനായി ആദർശനിഷ്ഠയോടെ മുന്നേറുന്ന കോടിക്കണക്കിന് ഭാരതീയരുടെ ഹൃദയത്തിൽ ആവേശത്തിന്റെ പ്രേരണാ സ്രോതസ്സായി ഡോക്ടർ ജി ഇന്നും ജീവിക്കുന്നു. അമരരാണു നിങ്ങളെന്റെ അരുമ സോദരങ്ങളെ, അണയുകില്ല നിങ്ങൾ തന്ന അലിവിനാർദ്രദീപ്തികൾ. പ്രളയമാണു മുന്നിലുള്ളതെന്നു തന്നെ വരികിലും, പ്രളയമാണു മുന്നിലുള്ളതെന്നു തന്നെ വരികിലും, പ്രണയമാണു സംഘമന്ത്രമെന്നതോർത്ത സേവകർ. പ്രണയമാണു സംഘമന്ത്രമെന്നതോർത്ത സേവകർ.